ഭാര്യയെ നിരന്തരം ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിയെന്നാരോപിച്ച് യുവാവിനെ വിളിച്ചു വരുത്തി മർദ്ദിച്ച് കൊലപ്പെടുത്തി. കൊല്ലം കൊട്ടിയം ഉമയനെല്ലൂർ സ്വദേശി ദിലീപാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് ദമ്പതിമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കല്ലുവാതുക്കൽ സ്വദേശികളായ വരുണും ഭാര്യ സോനയുമാണ് കസ്റ്റഡിയിലുള്ളത്. കൊട്ടിയം ഉമയനെല്ലൂർ സ്വദേശി 42-കാരനായ ദിലീപാണ് മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ കല്ലുവാതുക്കൽ സ്വദേശികളായ വരുണും ഭാര്യ സോനയും പോലീസ് കസ്റ്റഡിയിലാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഭവം. വേളമാനൂർ സ്വദേശിനിയായ സോനയെ ദിലീപ് ഫോണിലൂടെ നിരന്തരം വിളിക്കുകയും സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തിരുന്നുവെന്നാണ് ആരോപണം. ഇത് യുവതി ഭർത്താവ് അരുണിനെ അറിയിച്ചതിനെ തുടർന്ന് ദിലീപിനെ സംസാരിക്കാനെന്ന പേരിൽ വിളിച്ചു വരുത്തുകയായിരുന്നു. ഉളിയനാട് പ്രദേശത്ത് സുഹൃത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വീടിന് സമീപത്തേക്കാണ് വരുൺ ദിലീപിനെ എത്തിച്ചത്. ദിലീപിനെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ തർക്കമുണ്ടാവുകയും തുടർന്ന് ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. ക്രൂരമർദ്ദനമേറ്റ് ദിലീപ് കുഴഞ്ഞു വീണു. തുടർന്ന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇയാൾ ക്രൂരമർദ്ദനത്തിന് ഇരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വ്യക്തമാക്കുന്നു. കസ്റ്റഡിയിലെടുത്ത ദമ്പതിമാരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. സംഭവത്തിൽ പാരിപ്പള്ളി പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.